ഫേസ്ബുക്ക് സുഹൃത്തുക്കളെ, പ്രേക്ഷകരെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ഔട്ട് ഓഫ് ഫോക്കസിലേക്ക്. ഔട്ട് ഓഫ് ഫോക്കസിനെ കുറിച്ച് മികച്ച പ്രതികരണമാണ് ഫേസ്ബുക്കിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിക്കുന്നത്, പ്രേക്ഷകരിൽ നിന്നും ഞങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നും. കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഔട്ട് ഓഫ് ഫോക്കസ് എത്തും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇന്ന് മറ്റു 3 വിഷയവുമായിട്ടാണ് ഔട്ട് ഓഫ് ഫോക്കസ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്നും ഇന്നലെയും മെനഞ്ഞാന്നുമായിട്ട് ചൂടുപിടിച്ച ഒരു വിഷയമാണ് കിഫ്ബി. കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണെന്ന് C&AG കണ്ടെത്തി ഒരു കരട് ക്വറി സംസ്ഥാന സർക്കാരിന് അയച്ചിരിക്കുന്നു. അത് മന്ത്രി തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. അതാണ് ഒരു വിവാദം. യഥാർത്ഥത്തിൽ കിഫ്ബി ഭരണഘടനാ വിരുദ്ധമാണോ? രണ്ടാമത്തെ പ്രശ്നം, കേരളത്തിൽ ഒരു വനിതാ DGPയെ നിയമിക്കാനുള്ള സാധ്യത സർക്കാർ നഷ്ടപ്പെടുത്തിയോ? ആർ ശ്രീലേഖയെ ഒരു വനിതാ DGPയെ നിയമിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അത് നഷ്ടപ്പെടുത്തിയോ? അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ നഷ്ടപ്പെടുത്തി? മറ്റൊന്ന്, മുഖ്യമന്ത്രി ഇന്നും വീണ്ടും മാധ്യമ വിമർശനം നടത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി മാധ്യമ വിമർശനം നടത്തുമ്പോൾ ആദ്യം അഭിലാഷ്, ആദ്യം ഒന്ന് ചോദിക്കട്ടെ, ഔട്ട് ഓഫ് ഫോക്കസിനെ കുറിച്ച് എന്ത് തരത്തിലുള്ള പ്രതികരണമാണ് കിട്ടുന്നത്? നല്ല പ്രതികരണമാണ്. നിരവധി ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്നുണ്ട്. അതുകൊണ്ട് ആ നിലയ്ക്ക് ആദ്യത്തെ ചോദ്യം, ഈ കിഫ്ബി സംബന്ധിച്ച് ഇപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ എന്ത് തരത്തിലുള്ള പ്രതികരണം, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ എന്ത് തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായത് എന്നാണ് അഭിലാഷ് മനസ്സിലാക്കുന്നത്? ഒന്നാമത് ഈ കിഫ്ബി എന്ന് പറയുന്ന സംഗതി മിക്കവാറും ആളുകൾക്കൊന്നും മനസ്സിലായി അറിയില്ല, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു വലിയ ധാരണ ഇല്ല. ഇപ്പോൾ വന്നിട്ടുള്ള ഈ വിവാദങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ ആളുകളുടെ, ഞാൻ പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് നമ്മളെല്ലാവരും, അതായത് കേരളീയരായ മനുഷ്യരെല്ലാവരും വലിയ കടബാധ്യതയിലേക്ക് പോവുകയാണോ, അതല്ലെങ്കിൽ ഇത് വായ്പ എടുക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ വായ്പ പ്രതിപക്ഷവും അടക്കം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളൊക്കെ വലിയ കടബാധ്യതയിലേക്ക് പോകുന്ന വിധത്തിൽ കാര്യങ്ങൾ മാറുമോ എന്ന തരത്തിലുള്ള സംസാരം നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ കൃത്യമായും തോമസ് ഐസക് വളരെ മുൻകൂറായി തന്നെ വളരെ സേഫായിട്ട് തന്നെ ഒരു ഗോളടിച്ചാണ്. കാരണം മിക്കവാറും ഈ സർക്കാരിൻ്റെ തന്നെ അവസാനത്തെ നിയമസഭാ സമ്മേളനത്തിലായിരിക്കാം ഈ CAG റിപ്പോർട്ട് ടേബിൾ ചെയ്യേണ്ടത്. ഇപ്പോൾ വന്നിട്ടുള്ളത് കരട് റിപ്പോർട്ടാണ്. അപ്പോൾ കരട് റിപ്പോർട്ട് നമുക്കാർക്കും അറിയില്ല, പ്രതിപക്ഷത്തിനും അറിയില്ല, മാധ്യമങ്ങൾക്കും അറിയില്ല, തോമസ് ഐസക്കിന് മാത്രമേ അറിയൂ. തോമസ് ഐസക്ക് അതിൽ നോക്കുമ്പോൾ തന്നെ ഇത് ഭരണഘടനാ വിരുദ്ധം എന്നുള്ളത് നന്നായിട്ട് ഡിഫൻസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലുമൊക്കെ പദ്ധതികൾ, കിഫ്ബിയുടെ ഭാഗമായി നടത്തുന്ന പദ്ധതികളിൽ ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടോ അതല്ലെങ്കിൽ അപാകതയോ ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ അത് വേറൊരു വിഷയമാണ്. ഇത് കിഫ്ബി എന്ന സംവിധാനം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയുന്നതിലൂടെ സംസ്ഥാനത്തിൻ്റെ വികസനം അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊരു വാദം നിശ്ചയമായിട്ടും മുന്നോട്ട് വയ്ക്കാം. ഇപ്പോൾ കേന്ദ്ര ഏജൻസികൾ കേരളത്തിൻ്റെ വികസനം തകിടമറിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുപോലെ തന്നെ ഈ ഓഡിറ്റ് ഏജൻസിയെ ഉപയോഗിച്ച് കേരളത്തിൻ്റെ വികസനം അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്ന ആരോപണം ഇപ്പോൾ തന്നെ ഉന്നയിക്കാൻ തോമസ് ഐസക്കിനെ സംബന്ധിച്ച് ഇപ്പം 2 പോയിന്റ് സ്കോർ ചെയ്തിടുക. ഇനി പ്രതിപക്ഷം അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ അല്ലെങ്കിൽ അതിനടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഇത് ടേബിൾ ചെയ്യുന്ന സമയത്ത് ഉന്നയിക്കുന്ന ആരോപണങ്ങളെ ഇപ്പോഴേ നിർവീര്യമാക്കാം, ആദ്യം ഡിഫൻസ് എടുത്ത് നിർവീര്യമാക്കാം എന്ന ഒരു നിലയാണ് സ്വീകരിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഞാൻ ഈ സഭാ TVയുടെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയോട് CPM അംഗമായ ജെയിംസ് മാത്യു ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് കിഫ്ബിയെക്കുറിച്ച്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് പറയുന്നത് കിഫ്ബിക്ക് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. ഗുണം എന്ന് അദ്ദേഹം പറയുന്നത് ബജറ്റിന് പുറത്ത് ഇങ്ങനെ ഒരു വലിയ ധനസമാഹരണം നടത്തി വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും. ദോഷം എന്ന് പറയുന്നത് വലിയ കടബാധ്യത ഉണ്ടാകും, അതുപോലെ തന്നെ പലിശ നിരക്ക് വളരെ കൂടുതലാണ് എന്നുള്ള പ്രശ്നം. രാജീവാണെന്ന് തോന്നുന്നു ഇതിനെക്കുറിച്ച് കുറെ കൂടി വിശദമായിട്ട് പഠിച്ചിട്ടുള്ളത്. രാജീവ്, യഥാർത്ഥത്തിൽ ഇതിന് ഗുണമാണോ ദോഷമാണോ ഉള്ളത്? കിഫ്ബി സംസ്ഥാനത്തെ സംബന്ധിച്ച്, കേരളം പോലൊരു സംസ്ഥാനത്തെ സംബന്ധിച്ച് കിഫ്ബി എന്ന് പറയുന്നത് അതിന് അധികം വായ്പ എടുക്കാൻ പാകത്തിലുള്ളൊരു സംവിധാനമാക്കി രൂപപ്പെടുത്തിയത് ഗുണകരമാണ് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. എൻ്റെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ റവന്യൂ വരുമാനം, നികുതിയായാലും നികുതിയേതര വരുമാനമായാലും എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഏതാണ്ട് 80% ശമ്പളവും പെൻഷനും, ബാക്കിയുള്ള 20% എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളുമായിട്ട് പോകും. പിന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വായ്പ എടുക്കലാണ്. വായ്പ എടുക്കുന്നതിന് നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന് 3% നമുക്ക് വായ്പ എടുക്കാൻ പറ്റുള്ളൂ. ആ വായ്പയിൽ നിന്ന് തന്നെയാണ് നമ്മുടെ മുൻകാല വായ്പകളുടെ തിരിച്ചടവ് പോകേണ്ടത്. അപ്പോൾ നമ്മൾക്ക് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ നടപ്പാക്കാൻ പാകത്തിലുള്ള പണം നമ്മുടെ കയ്യിലില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലില്ല. ഇനി അങ്ങോട്ട് ഉണ്ടാവും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയും വരുത്. കാരണം വെച്ചാൽ ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ ശുപാർശകൾ വരുന്നു. അതിൽ കേരളം പോലുള്ള സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതമൊക്കെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കേരളം വളരെ ഡെവലപ്ഡാണ്, പല ഇൻഡീസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാലും വളരെയധികം ഡെവലപ്ഡാണ്. അപ്പോൾ ഇത്രയും പണമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അതുപോലെ കേരളത്തിൻ്റെ റേഷൻ വിഹിതം വേണേൽ വെട്ടിക്കുറയ്ക്കാം. ഇങ്ങനെ പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തിയേ മതിയാവും. ബജറ്റിന് പുറത്ത് പണം കണ്ടെത്തണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് നേരിട്ട് വായ്പ എടുക്കുക എന്ന് പറയുന്നത് ഈ 3% നിൽക്കണം, അതിനപ്പുറം വേറെ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഗ്യാരണ്ടിയോടുകൂടി വേറൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി പോലെ കിഫ്ബിയെ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് കൂടുതൽ വായ്പ എടുക്കുക, എന്നിട്ട് അതുവഴി വികസന പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ള ഒരു സങ്കല്പത്തിലേക്ക്
ഈ LDF സർക്കാർ വന്നപ്പോൾ പോയത്. ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അടുത്ത UDF സർക്കാർ വന്നാലും ഇത് തുടരേണ്ടി വരും. അതുകൊണ്ടാണ് രമേശ് ചെന്നിത്തല പറയുന്നത് കിഫ്ബിക്ക് ഒരു ഗുണവശമുണ്ട് എന്ന് പറയുന്നത്. അല്ല, അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളെ സർക്കാർ വന്നു കഴിഞ്ഞാലും കിഫ്ബി തുടരാതെ പറ്റില്ലല്ലോ എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അല്ല, തുടരാതിരിക്കാൻ സാധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വികസന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പണം വേണം. പണം കൊണ്ടുവരുന്ന ഒരു വലിയ ഒരു സ്രോതസ്സാണ്. അപ്പോൾ അത് ആ നിലയ്ക്ക് ഉപയോഗപ്പെടുത്താതെ വേറെ മാർഗമില്ല. ഈ പറഞ്ഞ പ്രശ്നം അതിലുണ്ട്. അതായത് ഈ കടം കൂടുന്നു എന്നുള്ളൊരു പ്രോബ്ലം അതിനകത്തുണ്ട്. കിഫ്ബി വഴി എടുക്കുന്ന വായ്പകൾക്ക് പ്രതിപക്ഷം ആരോപിക്കുന്ന പോലെ തന്നെ പലിശ കൂടുതലാണ്. ഈ മസാല ബോണ്ട് പോലെയുള്ള സാധനങ്ങൾ വരുമ്പോൾ അത് ഈ രൂപയുടെ മൂല്യം ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംഗതിയാണ്. രൂപയുടെ മൂല്യം കൂടുതൽ താഴുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കൂടുതൽ റീപേ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും ഇത് നന്നായി മാനേജ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ അത്ര വലിയ ഭയാനകമായ ഒരു അവസ്ഥയിലേക്കൊന്നും കാര്യങ്ങൾ പോകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ പറയുന്നുണ്ട് 50,000 കോടി രൂപയുടെ പദ്ധതി, 50,000 കോടി രൂപ വായ്പ എടുക്കുന്നു എന്ന് നോക്കുമ്പോൾ 50,000 കോടി രൂപയുടെ വായ്പ, അതിൻ്റെ പലിശ ഇതെന്താവും എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു സംശയം തോന്നാം. പക്ഷേ ഈ 50,000 ഒറ്റയടിക്ക് എടുക്കുകയല്ല ചെയ്യുന്നത്. ഓരോ പ്രോജക്റ്റിലേക്കും ആവശ്യമായ പണം ഇത് എല്ലാ പ്രോജക്റ്റും ഒരു ഒറ്റയടിക്കല്ലല്ലോ നടപ്പാക്കുന്നത്. അപ്പോൾ ഓരോ പ്രോജക്റ്റിനും ആവശ്യമായ പണം എടുക്കുന്നു. അതിങ്ങനെ ഒരു ഏതാണ്ട് ഈ 50,000 കോടി രൂപയുടെ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 വർഷം കൊണ്ടൊക്കെ ആയിരിക്കും നടപ്പാക്കുക. അപ്പോൾ ഈ 10 വർഷത്തിനുള്ളിലാണ് നമ്മൾ ഈ 50,000 കോടി രൂപ കടമെടുക്കുന്നത്. അത് കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച് അത്ര വലിയ തുകയാണെന്ന് കരുതാം. രാജീവ്, അതിനകത്ത് ഞാൻ ന്യായമായ സംശയം, ഒരു പക്ഷേ സാധാരണ മനുഷ്യന്മാർക്ക് തോന്നുന്നൊരു സംശയം, നമുക്ക് പണം കണ്ടെത്താൻ കഴിയുന്നില്ല, നമുക്ക് വരുമാനമില്ല, അതുകൊണ്ടാണ് നമ്മൾ കടമെടുക്കുന്നത്. ഇതെങ്ങനെ നമ്മൾ തിരിച്ചടയ്ക്കാൻ ഗവൺമെൻറ് തന്നെ വിശദീകരിക്കുന്നത്, ഒന്ന്, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ പേരിൽ ഒരു ചെറിയ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ കോമ്പണൻറ്റ് പോകുന്നത് കിഫ്ബിയുടെ റീപേയ്മെൻറ്റിലേക്കാണ്. പിന്നെ റോഡ് ടാക്സ്, വാഹനങ്ങളുടെ ഇതിൽ നിന്ന് ഈടാക്കുന്ന, വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈടാക്കുന്ന റോഡ് ടാക്സ്, അതിലൊരു വലിയ വിഹിതം പോകുന്നത് കിഫ്ബിയിലേക്കാണ്. ഇത് റീപേയ്മെൻറ്റിന് ഉപയോഗിക്കും എന്ന് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൽ ഈ എന്താ പറയുക, വരുമാനം ഉണ്ടാക്കുന്ന കുറേ പദ്ധതികളെങ്കിലും ഉണ്ട്. ഒരു 20-25% പദ്ധതികളെങ്കിലും വരുമാനം ഉണ്ടാക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉൽപ്പന്നം വിറ്റിട്ടല്ല. ഇപ്പോൾ KSIDC പോലുള്ളൊരു സ്ഥാപനം ഭൂമി ഏറ്റെടുക്കുന്നു. ഈ ഭൂമി മറ്റു വ്യവസായ സ്ഥാപനങ്ങൾക്ക് പാട്ടത്തിനോ അല്ലെങ്കിൽ വിൽപ്പനയ്ക്കോ ഒക്കെ വയ്ക്കുന്നു. അതിലൂടെ കിട്ടുന്ന പണമുണ്ട്. ആ പണം ഇതിൻ്റെ തിരിച്ചടവിലേക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ KFON പദ്ധതി നടപ്പാക്കാനായിട്ട് വായ്പ എടുക്കുന്നു. സ്വാഭാവികമായിട്ടും അതിൽ നിന്നുണ്ടാകുന്ന റവന്യൂ ഇതിലേക്ക് തിരിച്ചുവിടാം. പവർ ഗ്രിഡ് സ്ഥാപിക്കാൻ കിഫ്ബി വഴി പവർ ഗ്രിഡ് സ്ഥാപിക്കാൻ പോകുന്നു. സ്വാഭാവികമായിട്ടും പ്രസരണ രംഗത്ത് KSEBിക്ക് ലാഭം ഉണ്ടാകും. പ്രസരണ നഷ്ടം കുറയും, KSEBിയുടെ ലാഭം വർദ്ധിക്കും. അതിലൊരു വിഹിതം ഇതിനകത്തേക്ക് റൂട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ പലതരത്തിൽ ഇത് കണ്ടെത്താൻ സാധിക്കും. പിന്നുള്ളത് റോഡുകളാണ് പ്രധാനമായിട്ടും ഇതിൽ വികസിപ്പിക്കുന്ന വേറൊരു സ്കൂളും ആശുപത്രിയൊന്നും എന്താ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുമാനം ഉണ്ടാക്കില്ല. അത് ഹ്യൂമൻ റിസോഴ്സിലൊക്കെ ആയിരിക്കും ലാഭം ഉണ്ടാക്കി കൊടുക്കുക. റോഡുകളുടെ കാര്യത്തിൽ വേറൊരു സംഗതിയുണ്ട്. റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നതോടുകൂടി റോഡ് മാത്രമല്ല ഡെവലപ്പ് ചെയ്യുന്നത്, റോഡിൻ്റെ സൈഡിലൊക്കെ കെട്ടിടങ്ങൾ വരും, കടകൾ വരും, സ്ഥാപനങ്ങൾ വരും. ഇത് ടാക്സ് ഇനത്തിൽ ലോക്കൽ ബോഡികൾക്കും സംസ്ഥാന ഗവൺമെൻറ്റിനും ഒക്കെ ടാക്സ് ഇനത്തിൽ വരുമാനം കൂടും. അപ്പോൾ ഈ രൂപത്തിലേ ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്താ പറയുക എല്ലാ പ്രോജക്റ്റും ലാഭം ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് തിരിച്ചടയ്ക്കുക എന്ന് പറയുന്നത് സാധ്യമായ കാര്യമല്ല. ഇത് ഇപ്പോഴത്തെ പ്രശ്നത്തിലേക്ക് വരാം. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് C&AG ഒരു ഓഡിറ്റ് റിപ്പോർട്ട് തയ്യാറാക്കി സംസ്ഥാന സർക്കാരിന് അയച്ചു കൊടുത്തിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ വിവാദ വിഷയം. യഥാർത്ഥത്തിൽ കിഫ്ബി രൂപീകരണവും അതിൻ്റെ ഈ പ്രവർത്തനവും ഭരണഘടനാ വിരുദ്ധമാണോ? കിഫ്ബി രൂപീകരണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് പറയാൻ പറ്റില്ല. ഈ C&AG ചൂണ്ടിക്കാണിക്കുന്നത് വിദേശത്തുനിന്ന് വായ്പ എടുത്തതാണ് പ്രധാനമായും ഭരണഘടനാ വിരുദ്ധമാണ്. മസാല ബോണ്ട് എന്നുള്ള മസാല ബോണ്ട് പലരും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് ഏജൻസികൾ തന്നെ മസാല ബോണ്ട് സംസ്ഥാന സർക്കാരുകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ വിദേശത്ത് നിന്ന് പോയി വായ്പ എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടനയുടെ ആ ക്ലോസിന്റെ നമ്പർ ഞാൻ മറന്നുപോയി. അതനുസരിച്ച് സംസ്ഥാന സർക്കാർ 293 അതനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് രാജ്യത്തിനകത്തു നിന്ന് മാത്രമേ വായ്പ എടുക്കാൻ പറ്റുള്ളൂ. ഇത് രാജ്യത്തിന് പുറത്തുനിന്ന് വായ്പ എടുക്കുന്നു. കിഫ്ബി എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെൻറ്റിനെ തന്നെ ഒരു കമ്പനി ആയതുകൊണ്ട് അത് സംസ്ഥാന സർക്കാർ എന്ന നിലയ്ക്ക് തന്നെ കാണേണ്ടി വരും. അതുകൊണ്ട് ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന സാങ്കേതിക ന്യായമാണ് ഇപ്പോൾ CAG ഉന്നയിക്കുന്നത്. പക്ഷേ ഈ മസാല ബോണ്ട് ഇറക്കുന്നതിന് ഒരുപാട് നടപടിക്രമങ്ങളുണ്ടായിരുന്നു. അതായത് RBIയുടെ അനുമതി വേണം, പിന്നെ സെബിയുടെ അനുമതി വേണം, അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളുണ്ടായിരുന്നു ഈ മസാല ബോണ്ട് ഇറക്കുന്നതിന് മുമ്പ്. ഈ അനുമതികളൊക്കെ വാങ്ങിയതിന് ശേഷമാണ് മസാല ബോണ്ട് ഇറക്കിയത്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് സർക്കാർ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നുണ്ട്. ഈ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ മസാല ബോണ്ട് ഇറക്കി പണം സമാഹരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമാണ് നാഷണൽ ഹൈവേ അതോറിറ്റി. അത് ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് C&AGക്ക് പറയാൻ സാധിക്കും. അല്ല, ഇത് മറ്റൊരു കാര്യം, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന ഒരു വിശദീകരണം, ഇത് സർക്കാരിൻ്റെ ഭാഗമല്ല, ഇതൊരു പ്രത്യേക എൻറ്റിറ്റിയാണ്, അതുകൊണ്ട് ഈ സ്ഥാപനത്തിന് വിദേശത്തു നിന്ന് പണം സ്വീകരിക്കാം, അതിന് RBIയുടെയും സെബിയുടെയും ഒക്കെ അനുമതിയുണ്ട്.
ഇതൊരു പ്രത്യേക എൻറ്റിറ്റി ആണെന്നുള്ള വാദം നിലനിൽക്കുമോ? അതെ, ഇത് പ്രത്യേക എൻറ്റിറ്റി തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നുള്ള നിലയിലാണ്. അതിപ്പോൾ ഇതാദ്യമായിട്ടല്ല സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ പ്രത്യേക ഉപാധികൾ ഉണ്ടാക്കുന്നത്, വികസന പദ്ധതികൾ നടപ്പാക്കാനായിട്ട്. പല തരത്തിലുള്ള മുൻപ് പല വികസന പദ്ധതികൾക്കും കൊച്ചി മെട്രോ അടക്കം സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ വായ്പ സ്വീകരിച്ചിട്ടുണ്ട്, വിദേശ വായ്പ സ്വീകരിച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും എന്താ പറയുക, അതങ്ങനെ ഭരണഘടനാ വിരുദ്ധമാണ് എന്ന് വാദിച്ച് സമർത്ഥിക്കാൻ CNTG സാധിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം ഇത് രാഷ്ട്രീയമാണ് എന്നുള്ളതാണ് ഇതിനകത്തുള്ള പ്രശ്നം. അതായത് കേരളം പോലൊരു സംസ്ഥാനം ഒരു പാരലൽ മാർഗത്തിലൂടെ ധനസമാഹരണം നടത്തുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിലൂടെ അല്ലാതെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു. കേന്ദ്ര പദ്ധതികളുടെ ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി അല്ല ഞങ്ങൾ എന്ന് പ്രഖ്യാപിക്കുന്നു. ഇതൊക്കെ ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനും അതിനെ നിയന്ത്രിക്കുന്ന BJPക്കും സംഘപരിവാരത്തിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം. അപ്പോൾ ഈ പദ്ധതി അങ്ങ് വെട്ടുക എന്നുള്ള ഒരു അജണ്ട ഉണ്ട് ഇതിൻ്റെ പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതാണ് ഐസക് പറയാൻ ശ്രമിക്കുന്നത്. പക്ഷേ അതങ്ങനെ പ്രത്യക്ഷമായി വൃത്തിയായി പറയാൻ ധനമന്ത്രിക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷേ ഇതിപ്പം ഈ CAG റിപ്പോർട്ട് സംബന്ധിച്ച് നമ്മുടെ നാട്ടിലെ എല്ലാ രാഷ്ട്രീയ വിവാദങ്ങളും CAG ഒരു കോൺട്രിബ്യൂട്ട് വഹിച്ചിട്ടുള്ള സംഗതികളാണ്. ഇപ്പം ലാവ്ലിൻ അതല്ലെങ്കിൽ തുടക്കം ഇതുപോലെ കരട് റിപ്പോർട്ടാണ് പാമോലിൻ. പക്ഷേ ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇതിനൊരു അഴിമതി ചൂണ്ടിക്കാണിക്കുന്ന സംഭവം അല്ലല്ലോ, ഒരു ക്രമക്കേട് അതല്ലെങ്കിൽ ഇത് ലാഭം ഉണ്ടാക്കിയില്ല, ആനുപാതികമായി നേട്ടം ഉണ്ടാക്കിയില്ല എന്ന് പ്രസ്താവിക്കുന്നതല്ല, മറിച്ച് ഒരു നിയമപ്രശ്നം, ഒരു ഭരണഘടനാ പ്രശ്നം ഇടുകയാണ്. ഇത് എങ്ങനെ ഇതൊരു സ്റ്റേറ്റിന്റെ എൻറ്റിറ്റി ആണെന്നാണ് സ്വാഭാവികമായും CAG വാദിക്കുക. ഇതല്ല, ഇതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്ന് തോമസ് ഐസക്കും പറയുന്നു. അപ്പോൾ ഇത് തമ്മിലുള്ള തർക്കം. അപ്പോൾ ആത്യന്തികമായി എനിക്ക് തോന്നുന്നു ഐസക്കിനെ സംബന്ധിച്ച് വികസനം തടയാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞേക്കാം. അഭിലാഷ്, ഇപ്പോൾ രാജീവ് പറഞ്ഞതുപോലെ ഇതിനെതിരെ വന്ന വിമർശനങ്ങളെ എതിരിടാൻ ഇപ്പോൾ ഇതിനെ രാഷ്ട്രീയമായിട്ട് കാണുകയും ഇത് BJP സർക്കാർ കേരളത്തിലെ വികസന പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിക്കുകയാണ് എന്നുള്ള മറുവാദമാണ് ഡോക്ടർ ഐസക് ഉന്നയിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കും? ഇതിൽ ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഇതിലൊരു ക്രമക്കേട് എന്നുള്ളതിലുപരി ഇതൊരു നിയമപ്രശ്നമാണ്, ഭരണഘടനാ പ്രശ്നമാണ് എന്ന വാദം ഐസക്കിനെ സംബന്ധിച്ച് ഉന്നയിക്കാൻ ഇവിടെ നമുക്ക് മറുപടി കിട്ടേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ഇതൊരു കോർപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാത്രം കാണാൻ കഴിയുക എന്ന പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ സർക്കാരാണല്ലോ ഗ്യാരണ്ടി നിൽക്കുന്നത്. സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നു, സർക്കാരിന്റെ വരുമാനത്തിന്റെ ഒരു ഭാഗം അതിലേക്ക് പോകുന്നു, സർക്കാരിന്റെ ഒരു ഭാഗം അങ്ങോട്ട് പോകുന്നു, സർക്കാർ ഗ്യാരണ്ടി നിൽക്കുന്നു. ഇന്നലെ NK പ്രേമേന്ദ്രൻ ചൂണ്ടിക്കാണിച്ച ഒരു അനുഭവം, അദ്ദേഹം പറയുന്നത് ഇപ്പം സർക്കാർ ഉദ്യോഗസ്ഥരുടെ സാലറി സ്ലിപ്പ് വെച്ചിട്ട് വായ്പ എടുക്കുന്നത് പോലെയാണ് ഇത് എന്ന് പറഞ്ഞാൽ ആദ്യം അപ്പോൾ ഒരു ഡിഫോൾട്ട് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളത്തിൽ നിന്നാണല്ലോ ആദ്യം പിടിവിടുക എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു പ്രത്യാഘാതം ഇത് ഭാവിയിൽ, അതായത് നമുക്ക് റീപേ ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, ഡിഫോൾട്ട് വരുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ ഉണ്ടാകാമെന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ചർച്ചയാവാൻ പോവുകയാണ്. പക്ഷേ ഇവിടെ CAG ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ഈ കിഫ്ബി സംവിധാനമേ ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. കിഫ്ബി 1999 മുതൽ ശിവദാസ മേനോന്റെ കാലം മുതൽ വരുന്നു, ആഭ്യന്തര വായ്പ എടുത്തിട്ടുണ്ട്, ഇപ്പോഴാണ് വിദേശ വിപണിയിൽ നിന്ന് വായ്പ എടുക്കുന്നത്. അപ്പോൾ വിദേശ വിപണിയിൽ നിന്ന് വായ്പ എടുത്തു എന്നുള്ളത് മാത്രമാണോ ഈ പറയുന്ന ഭരണഘടനാ ലംഘനമായി വരുന്നത്, അല്ലെങ്കിൽ കിഫ്ബി എന്ന സംവിധാനം തന്നെ ഭരണഘടനാ ലംഘനമാണെന്ന് പറയുന്ന സംവിധാനം തന്നെ എന്ന് പറയുന്നില്ല. ഇവിടെ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി വിദേശത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ഇല്ലാതെ വായ്പ എടുത്തു എന്നുള്ളതാണ് ഭരണഘടനാ വിരുദ്ധമായി ചൂണ്ടിക്കാണിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ തന്നെ സൂചിപ്പിച്ചതുപോലെ NHIAക്കും NDPCക്കും എടുക്കാൻ പറ്റുമെങ്കിൽ എന്തുകൊണ്ട് കേരള സർക്കാരിന്റെ ഒരു സംവിധാനത്തിന് എടുത്തുകൂടാ എന്ന ചോദ്യം. ആന്ധ്രാപ്രദേശിൽ അമരാവതി ക്യാപിറ്റൽ സിറ്റിയെ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ സഹായം. അതെ. അപ്പോൾ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളുകൾ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ വായ്പ എടുക്കാം. ഇതൊരു ടോട്ടൽ ഒരു മൊത്തത്തിൽ എല്ലാ പദ്ധതികൾക്കും വേണ്ടി ഇങ്ങനെ ഒരു സംവിധാനം വന്നുകൂടെ, ഇങ്ങനെയൊക്കെയുള്ള ധാരാളം ചോദ്യങ്ങൾ. പിന്നെ വേറൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാ നിയമസഭാ മണ്ഡലത്തിൽ അടിസ്ഥാന സൗകര്യ വികസനം പൂർണ്ണമായി ഇപ്പോൾ കിഫ്ബി അധിഷ്ഠിതമാണല്ലോ. അപ്പോൾ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലത്തിലും കിഫ്ബി പദ്ധതികളുണ്ട്, കിഫ്ബി പദ്ധതികൾ എല്ലാ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ കിഫ്ബിയെ പൂർണ്ണമായും തിരസ്കരിക്കാൻ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും കഴിയില്ല. പിന്നെ 30,000 കോടി രൂപയുടെ പദ്ധതിക്ക് ടെക്നിക്കൽ സാങ്ഷനുമായി കഴിഞ്ഞതിന് ശേഷം ഇനിയൊരു തിരിച്ചുപോക്കില്ല. ഇപ്പോൾ നാളെ അധികാരത്തിൽ വന്നാലും ഇനിയൊരു തിരിച്ചുപോക്കില്ലാത്ത ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് ഒന്ന് എടുത്ത ലോണ്, മാത്രമല്ല നടക്കാൻ പോകുന്ന പദ്ധതികൾ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് അങ്ങനെ ഒരു വലിയ പ്രചണ്ഡ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ തട്ടി നിൽക്കുക എന്നുള്ളതിനപ്പുറത്ത് നാളെ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കിഫ്ബി വേണ്ടെന്ന് വെക്കുമെന്ന് പറയാൻ UDF-നും കഴിയാത്ത അവരത് പറയുന്നില്ല. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഇതിന്റെ പോരായ്മകൾ ഇല്ലാതാക്കി, പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അത് മാത്രമേ സാധ്യമുള്ളൂ. അക്കാര്യത്തിൽ എനിക്കിപ്പോൾ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യത്തിൽ പ്രതിപക്ഷം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സാങ്കേതിക കാര്യമാണ് ഉന്നയിക്കുന്നത്. നിയമസഭയിൽ അവതരിപ്പിക്കുന്നതിന് മുമ്പ് അതൊരു പ്രശ്നമല്ലേ? അതൊരു പ്രശ്നമാണ്. പക്ഷേ ഇതൊരു സ്റ്റേറ്റിന്റെ ഒരു പൊതു താല്പര്യം വരുമ്പോൾ ഇതിന്റെ നിയമസഭയിൽ അവതരിപ്പിക്കുക എന്ന് പറയുന്നൊരു സാങ്കേതികത്വമാണോ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. കിഫ്ബി അവർക്ക് വിമർശിക്കാം, കിഫ്ബി പദ്ധതികളിലെ അഴിമതി അവർക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ പവർ ഗ്രിഡിൽ പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെ ബിഡിൽ പ്രശ്നമുണ്ട്, ടെൻഡറിൽ പ്രശ്നമുണ്ട് എന്ന് രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്.
അതുപോലെ ഈ കിഫ്ബിയിൽ ആളുകളെ നിയമിക്കുന്നത് വലിയ ശമ്പളം കൊടുത്തിട്ടാണ്. പ്രതിദിനം 10,000 രൂപ വേതനം നൽകിക്കൊണ്ട് ആളെ നിയമിക്കുന്നു എന്നൊക്കെ രമേശ് ചെന്നിത്തല ആരോപണം ഉന്നയിക്കുന്നത്. അതൊക്കെ പരിശോധിക്കപ്പെടേണ്ടത് ഗൗരവമുള്ള പ്രശ്നമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോൾ തന്നെ ഈ പദ്ധതിയെ, അതായത് ഈ കിഫ്ബി എന്ന് പറയുന്ന പരിപാടിയെ ഭരണഘടനാ വിരുദ്ധമാണെന്ന് മുദ്രകുത്തി ഇല്ലായ്മ ചെയ്യാനൊരു ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ചെറുക്കുക എന്നുള്ളൊരു പണി കൂടി പ്രതിപക്ഷം ചെയ്യേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളം നമുക്കറിയാം, 5 കൊല്ലം കൂടുമ്പോൾ ഭരണം മാറുന്നൊരു സംസ്ഥാനമാണ്. അതാണ് പതിവ്. മാറുമല്ലോ എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ അടുത്ത തവണ ഇപ്പോൾ കോൺഗ്രസ് ആണ് വരുന്നത്, രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രിയായി വരുന്നത്. കിഫ്ബി തുടരാൻ പറ്റാത്തൊരു സാഹചര്യം വന്നതിൽ അവർ പെടാൻ പോകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി വലുതായിരിക്കും. അതിനെക്കുറിച്ച് കൂടി ഇത്രയും ഒക്കെ വികസനം തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ അത് തുടരേണ്ടതുണ്ട്. ഇല്ല, ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല എന്നുള്ള പ്രശ്നം. ഒരുപക്ഷെ നമ്മൾ ഇതിന് കൂടുതൽ സമയം എടുത്തു എന്ന് തോന്നുന്നു.